4 വയസ്സുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന രോഗമുണ്ട് എന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഒരു കീ ഹോൾ സർജറി ആയിരുന്നു ചെയ്തത്. പിന്നെ അതിൽ വീണ്ടും ഇൻഫെക്ഷൻ എന്തോ വന്നു, വീണ്ടും ആ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവുക? അപ്പോൾ ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസിലൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് കണ്ടുപിടിച്ചാൽ ഉടനടി അങ്ങ് സർജറി ചെയ്ത് റിമൂവ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ പോലെ ചില സമയത്ത് ഇത് പഴുത്ത് പൊട്ടി അടുത്തുള്ള അവയവങ്ങളോട്ടൊക്കെ പഴുപ്പ് സ്പ്രെഡായി. ഇപ്പോൾ ഈ പെൺകുട്ടിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ യൂട്രസിൻ്റെ അടുത്തും ഓവറിയുടെ അടുത്തും ഈ ഓവറിയുടെ ട്യൂബിൻ്റെ അടുത്തും എല്ലാം ഈ പഴുപ്പ് കെട്ടും. അപ്പോൾ ഈ പഴുപ്പ് അവിടെയൊക്കെ കെട്ടുമ്പോഴത്തേക്ക് ഈ പഴുപ്പെല്ലാം കൂടെ നമ്മൾ ഈ മറ്റ് അവയവങ്ങളൊക്കെ വല്ലാതെ ദോഷമായി ബാധിക്കും. എന്നുവെച്ചാൽ കുട്ടികൾക്ക്, ഈ പെൺകുട്ടികൾക്കൊക്കെ ഫ്യൂച്ചറിൽ കുഞ്ഞുണ്ടാകാൻ വരെ ചിലപ്പം അതിനൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും, ഇൻഫെർട്ടിലിറ്റിയിലേക്ക് വരെ പോയെന്നിരിക്കാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാനാണ് നമ്മൾ ഏർലി സർജറി സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ അവർ പ്രോബബ്ലി ഫസ്റ്റ് സർജറി ആണ്, എന്താണ് പറ്റിയെന്ന് അവിടുത്തെ ഒരു ഡോക്ടറിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സർജറിയിൽ നമ്മൾ ചിലപ്പം ഈ അപ്പൻഡിക്സ് അത്രയും ഇൻഫെക്ഷൻ ആണെങ്കിൽ കുടലിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ആദ്യം പഴുപ്പ് വാഷ് ചെയ്ത് പഴുപ്പ് മാത്രം കഴുകി കളയുകയും പിന്നീട് ഒരു ഇൻഫെക്ഷൻ സെറ്റിൽ ആവുന്നില്ല എന്ന് കണ്ടിട്ട് രണ്ടാമത്തെ സർജറിയിലേക്ക് പോവുകയും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനാണ് ഒരു ഏർലി അപ്പൻഡിസെക്ടമി എന്നാണ് കീഹോൾ സർജറിയിലെ ലാപ്രോസ്കോപ്പിക് അപ്പൻഡിസെക്ടമി എന്നാണ് അതിന് പറയുന്നത്.